ചേച്ചി ഇപ്പം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. വയനാട്ടിലാണ് സ്ഥാനാർത്ഥി. കേരളത്തിലെ പാർട്ടിയുടെ തീരുമാനം കേന്ദ്ര പാർട്ടി ലീഡർഷിപ്പിനെ അറിയിക്കുകയും അതേ തുടർന്ന് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും കേരളത്തിൽ ഐക്യകണ്ഠേന തീരുമാനിച്ച സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം കൊടുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അത് ഇപ്പോൾ ഈ എന്നോടൊപ്പം സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ സീനിയർ മെമ്പർ കോമ്രേഡ് അസീസ് പാഷ, കോമ്രേഡ് പല്ലബ് സെൻ ഗുപ്ത, കോമ്രേഡ് രാമകൃഷ്ണ പാണ്ഡ, ഈ 3 സഖാക്കളും എന്നോടൊപ്പമുണ്ട്. കേരളത്തിലെ പാർട്ടി ഇന്ന് എടുത്തിട്ടുള്ള തീരുമാനം, അതിൽ ഈ രാജ്യം നേരിടാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളിലും വർഗീയ ഫാസിസം കടന്നുകയറ്റം നടത്തിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയാകുന്നതിന് എനിക്ക് നൽകിയിട്ടുള്ള ചുമതല, പാർട്ടിയുടെ ചുമതല, അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. എൻ്റെ പാർട്ടിയോട് അതിനുള്ള നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇത് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് അത് അങ്ങേയറ്റം ഭംഗിയായി നിർവഹിക്കുന്നതിനുള്ള എല്ലാ പരിശ്രമവും ചെയ്യുന്നതാണെന്ന് കൂടി പാർട്ടിയോടും പാർട്ടി സഖാക്കളോടും ഈ സമയത്ത് ഉറപ്പ് നൽകുകയാണ്. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ്, മറ്റു മാറ്റങ്ങളില്ലെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കാൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ രാഹുൽ ഗാന്ധിയോട് ആയിരിക്കില്ലേ പോരാട്ടം? CPI എന്ന പാർട്ടി, ആ പാർട്ടി അതിൻ്റെ വിവിധ ഘടകങ്ങളിൽ ചർച്ച ചെയ്തെടുത്ത ഈ തീരുമാനം, ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറി കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച അനുമതിയെ തുടർന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടിക മാധ്യമങ്ങളോട് ഷെയർ ചെയ്തത്, സംസ്ഥാനത്തെ ജനങ്ങളോട് അറിയിച്ചത്. അപ്പോൾ ഇത് ഞങ്ങളുടെ പാർട്ടി എടുത്ത തീരുമാനം. ആ പാർട്ടി തീരുമാനത്തെ ഞാൻ ശിരസാ വഹിക്കുന്നു. പാർട്ടി ഏൽപ്പിക്കുന്ന ആ ദൗത്യം നിർവഹിക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ എൻ്റെ ചുമതല. മറ്റു പാർട്ടികൾ അവരെന്ത് തീരുമാനിക്കുന്നതിൽ ഇറ്റ് ഈസ് ഫോർ അവരുടെ പ്രൊറഗേറ്റീവാണ്, അത് അവരെടുക്കേണ്ട തീരുമാനമാണ്. ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യം അനുസരിച്ച് ഈ രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷ മതേതര ജനാധിപത്യ ശക്തികളെല്ലാം ഒന്നിച്ചു വരണമെന്ന് CPIയുടെ പാർട്ടി കോൺഗ്രസ്സിലെ റെസൊല്യൂഷനുണ്ട്. ആ റെസൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുമായാണ് CPI മുന്നോട്ട് പോകുന്നത്. ഈ നിലപാട് മറ്റു പാർട്ടികളും മറ്റ് മതേതര ജനാധിപത്യ പാർട്ടികളും ഈ നിലപാട് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് CPI പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ 2 ദേശീയ നേതാക്കളാണ് മത്സരിക്കുന്നത്. അതൊരു പ്രത്യേകത കൂടിയുണ്ട്. മത്സരിക്കുകയാണെങ്കിൽ നല്ലേ, അത് മത്സരിക്കാതെ കോൺഗ്രസ് ഇതുവരെയും അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അത്തരം ഒരു ഊഹം വെച്ചുകൊണ്ടുള്ള ഒരു മറുപടിയും പറയാൻ ഇപ്പോൾ ഞാൻ തയ്യാറാണ്.